ഏറെ വിവാദമായ ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിമാചൽ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഇത് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേരുന്നത്. ഷിംലയിലെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച അഭിഷേക് മനു സിംഗ്വി പറഞ്ഞതിങ്ങനെയാണ്: താൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നറുക്കെടുപ്പ് വഴിയാണ്. എന്നാൽ ആ നറുക്കെടുപ്പ് ചട്ടം തെറ്റാണെന്നും സ്ലിപ്പ് വഴി ഒരാൾക്ക് അനുകൂലമായി ഫലം പ്രഖ്യാപിക്കുന്നത് നിയമത്തിലില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. സമനില ആയതിനു ശേഷം സ്ലിപ്പ് ഉപയോഗിച്ച് ഒരാൾക്ക് അനുകൂലമായി ഫലം പ്രഖ്യാപിക്കുന്നത് തെറ്റാണ്. സമനിലയുടെ വ്യാഖ്യാനമോ ഹോൾഡിങ്ങോ തന്നെ നിയമവിരുദ്ധമാണെന്നും അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഫലവും നിയമവിരുദ്ധമായിരിക്കുമെന്നതാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അദ്ദേഹം പറയുന്നത്. നിയമത്തിൽ അങ്ങനൊരു ചട്ടമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു ഹർജി നൽകണമെങ്കിൽ ഹർജിക്കാരൻ തന്നെ കോടതിയിൽ എത്തണം എന്നതിനാലാണ് ഹർജി നൽകാൻ താൻ എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചലിൽ 6 കോൺഗ്രസ് MLA ക്രോസ് വോട്ട് ചെയ്തതിനാൽ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾക്ക് 34 വോട്ടുകൾ ലഭിച്ചു. ഇതിനുശേഷം നറുക്കെടുപ്പിലൂടെ BJP സ്ഥാനാർത്ഥിയായ ഹർഷ് മഹാജൻ വിജയിക്കുകയും ചെയ്തു. അതേസമയം ക്രോസ് വോട്ടിംഗ് നടത്തിയ കോൺഗ്രസ് MLA പാർട്ടി നടപടിയെടുക്കുകയും അവരെ അയോഗ്യരാക്കുകയും ചെയ്തിരുന്നു. ഇക്കാലയളവിൽ ഹിമാചൽ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. ഇതിന് പിന്നാലെ വിമത MLA BJPയിൽ ചേരുകയും ചെയ്തു. ഈ സംഭവത്തോടെ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഹിമാചലിൽ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ BJPയുടെ ആ നീക്കങ്ങളെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന് സാധിച്ചതോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിന് ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ ഹിമാചലിൽ സാധിച്ചത്.